ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ഒരു കമ്മലും സ്റ്റഡും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മൽ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനായിട്ട് വെറും സൂചി മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റഡോ അതുപോലെ ജുംക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു കമ്മൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാര്യം മാത്രമേ നമ്മളിതിൽ സെപ്പറേറ്റ് എടുത്തിട്ടുള്ളൂ, സൂചി മാത്രം. ഈ ഒരു വലിയ സൂചിയാണിത്. നമ്മൾ സാധാരണ ചെറിയ സേഫ്റ്റി പിന്നല്ല, ഇത് കുറച്ച് വലിയ ടൈപ്പ് സൂചിയാണ്. ഈ ഒരു ഐറ്റം കുറച്ച് ബീഡ്സ് മാത്രമേ ഞാൻ ഈ ഒരു കമ്മലിന് വേണ്ടി ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കമ്മലുകൾ വെച്ചിട്ടാണ് കേട്ടോ. കണ്ട് ഇതുപോലെ ഒരു ജുമുക്ക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ജുമുക്കയൊക്കെ ചെയ്യുന്ന വീഡിയോസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. അതുപോലെ ഈ ഒരു സ്റ്റഡും. അപ്പോൾ ഈ ഒരു സ്റ്റഡൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ട്. പിന്നെ ഞാനിത് ഒരെണ്ണം എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരെണ്ണം ഞാൻ എനിക്ക് ചെയ്ത് വെച്ചു. അതൊക്കെ ഓർഡറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മളിതുപോലത്തെ കരിമണിയും അതുപോലെ ഒരു ഗോൾഡൻ ബീഡും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ സ്റ്റഡ് വേണമെന്നൊന്നുമില്ല. ജുംക്ക അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന ജുംക്കയും സ്റ്റഡും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചി വെച്ച് ചെയ്യാം. പിന്നെ ഞാൻ രണ്ട് മോഡൽ കാണിക്കണം, ഒരു സിമ്പിൾ മോഡലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മഴത്തുള്ളിയുടെ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോഡൽ കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൂചി ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കണം. അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം റൗണ്ടായിട്ട് ഇരിക്കുന്നതിനെ ഒന്ന് നിവർത്തി എടുക്കണം. സിമ്പിളായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് എടുത്തത്. അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേണ്ട, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഞാൻ സിമ്പിളായിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ അത് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഇതാണ് എളുപ്പം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നിവർത്തുക കേട്ടോ. കാരണം സൂചിയുടെ തുമ്പാണ്, കൈ കൊണ്ടാൽ മുറിയും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ നന്നായിട്ട് തുമ്പൊക്കെ ശരിക്കും പിടിച്ചിട്ട് തന്നെ നിവർത്തി കൊടുക്കുക പ്ലെയർ വെച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ നിവർത്തി എടുക്കാൻ മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഓക്കെയാണ് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ആ ഒരു സൈഡ് ഇങ്ങനെ വളഞ്ഞ് ബെൻഡ് പോലെ നിൽക്കുന്നുണ്ടല്ലോ, അതൊന്ന് ലെവലാക്കി കൊടുക്കണം. അതിന് ശേഷം കറക്റ്റ് ലെവലാക്കി നോക്കുക. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ബീഡ്സ് കുറക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചാലും നമുക്ക് ബീഡ്സ് കുറത്തെടുക്കണമെങ്കിൽ അതിനെ നേരെ സ്ട്രെയിറ്റ് കൊണ്ടുവരണം. എന്നാലും ഒരുവിധം നമുക്ക് ഷേപ്പ് റെഡിയാക്കി എടുത്തതിന് ശേഷം അതിനെ നിവർത്തി ബീഡ്സ് കോർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ലാസ്റ്റിൽ അത് ഷേപ്പാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. വളരെ സിമ്പിളാണ് ഇത്. നമുക്ക് നമ്മുടെ കയ്യിൽ ജുമുക്കിയും അതുപോലെ സ്റ്റഡും ഉണ്ടെങ്കിലാണ് ഇത്രയും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് ജുമുക്ക അതുപോലെ സ്റ്റഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ഈ ഒരു വീഡിയോ എനിക്ക് ഷമ്മുവാണ് കേട്ടോ അയച്ചു തന്നത്. ഇൻസ്റ്റയിൽ എന്തോ കണ്ടിട്ട് ഈ ഒരു മോഡലിൽ ചെയ്യുന്നത് എനിക്ക് ഷമ്മുവാണ് അയച്ചു തന്നത്. കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അയച്ചു തന്നിട്ട്. ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് ഒട്ടും ടൈമില്ലാത്തൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മക്കൾക്ക് ക്ലാസ് ഒന്നുമില്ല, ഇവിടെ മഴയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് വേഗം എടുക്കാൻ പറ്റുന്നൊരു വീഡിയോ ഇതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ രീതിയിലേക്കൊന്ന് മാറ്റി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ അവർ റെഡിമെയ്ഡ് ജുംക്കിയും സ്റ്റഡുമാണ്. നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്ത സ്റ്റഡും ജുംക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പഴയ ജുംക്കാസൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ബ്ലാക്ക് ബീഡും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗോൾഡൻ ബീഡും ആണ് ഇട്ടിടുന്നത്. കരിമണി ബീഡാണിത്. അതിങ്ങനെ ഒരു സൈഡിൽ നമ്മൾ 4 കരിമണി വരുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം സെൻറ്ററിൽ 2 ഗോൾഡൻ ബീഡും. അപ്പോൾ അത് സൂചിയുടെയൊക്കെ വലിപ്പം അനുസരിച്ച് മാറ്റം വരും ബീഡ്സിൻ്റെ എണ്ണത്തിലൊക്കെ. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി ഒക്കെ റെഡിയാക്കുക. കാരണം സെൻറ്ററിൽ ജുംക്ക വരുമ്പോൾ അത് ലെവലായിട്ട് നിൽക്കണം. അപ്പോൾ ആ രീതിയിലൊക്കെ ബീഡ്സിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ചെയ്യാം. ഞാനിവിടെ 4 കരിമണി ബീഡാണ് ഒരു സൈഡിലേക്ക് കൊടുക്കുന്നത്. ഫസ്റ്റിൽ കരിമണിയാണ് കോർത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റിലും അതേ ഒരു രീതിയിൽ അവസാനിപ്പിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ സെൻറ്ററിൽ വരുമ്പോൾ നമ്മൾ 4 കരിമണി ബീഡ് കോർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 2 ഗോൾഡൻ ബീഡ് ഇട്ടിട്ടാണ് സെൻറ്ററിൽ ജുമുക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിന് കുറച്ചൊരു ഭംഗിയും അത് കറക്റ്റ് ലെവലായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയൊക്കെ റെഡിയാക്കി ചെയ്യുക എല്ലാവരും. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്യുക. ഇതിൻ്റെയൊക്കെ പല രീതിയിൽ നമുക്ക് ഈ ഒരു സൂചിയൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സിമ്പിൾ മോഡൽ കമ്മലും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റിൽ. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ അതേ നമ്മളിപ്പോൾ 2 ഗോൾഡൻ ബീഡ് ഇട്ട് നമ്മുടെ ജുമുക്ക അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് 2 ഗോൾഡൻ ബീഡും കൂടി ഇട്ട് കൊടുക്കണം. ഇതാ കണ്ടോ, അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു ഭംഗി വരുന്നത്. അതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ കരിമണിയും ഗോൾഡനായിട്ട് ആ പാറ്റേൺ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 4 കരിമണി ഇതിൽ തന്നെ അവസാനിപ്പിക്കുക, ലാസ്റ്റിൽ കരിമണി തന്നെ അവസാനിപ്പിക്കാം. പിന്നെ ഈ ലാസ്റ്റിലെ ഒരു കരിമണി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം നമ്മൾ സ്റ്റഡ് ഇടുമ്പോൾ അതവിടെ കാണൂല്ല. പിന്നെ സ്റ്റഡുമ്പോൾ തട്ടി അങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റിൽ നമ്മൾ ഇട്ടേക്കണ കരിമണി, അതായത് 3 ബീഡിട്ട് നമുക്ക് ഗോൾഡൻ ബീഡ് ഇട്ട് അവസാനിപ്പിക്കാം.
അതിങ്ങനെ ചെയ്ത് നോക്കി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുക. കണ്ടോ, ഒരു സൈഡ് തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ജുമുക്കയും കൂടി വന്നപ്പോഴാണ് കൂടുതൽ ഒരു ഭംഗിയില്ലേ. അതൊരു ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ജുമുക്കയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന എന്തെങ്കിലും കമ്മലുകൾ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഐ പിന്നിലോ ഒക്കെ ഹാങ് ചെയ്ത് ബീഡ്സ് നമ്മൾ കോർത്ത് ഹാങ് ചെയ്തിടുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഐ പിന്നിലോ അതുപോലെ ഹെഡ് പിന്നിലോ ഒക്കെ നമുക്ക് അങ്ങനെ ഹാങ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഗുങ്കുരൂസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സൈഡ് റിങ്ങിൽ നിറച്ച് ഗുങ്കുരൂസ് കോർത്ത് അങ്ങനെ ഇട്ട് കൊടുക്കാം. പല രീതിയിൽ ഇത് ചെയ്തെടുക്കാം. നമ്മൾ ലാസ്റ്റിലെ കരിമണിയും കൂടി കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇട്ടിട്ട് അത് കറക്റ്റ് ലെവലല്ലേ നോക്കണം. അപ്പോൾ ചെറിയൊരു വളവ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ 2-3 ബീഡ് മാത്രം ഊരിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കോർത്ത് കൊടുക്കുക. അതെ, ബീഡ്സ് നമ്മൾ ഇതിൽ നിന്ന് ഊരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ബീഡുമ്പോൾ പിടിച്ചിട്ട് ഊരണം. എനിക്ക് പല പ്രാവശ്യം പറ്റി. 2-3 വട്ടം ഞാനിത് ലെവൽ ചെയ്യാൻ വേണ്ടി ഊരിയപ്പോൾ ബീഡ്സ് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇതുപോലെ ബീഡ്സ് പിടിച്ചിട്ട് വേണം ഇതിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് കേട്ടോ. ഒരു 2-3 ബീഡ് മാറ്റിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മൊത്തം ബീഡ് മാറ്റേണ്ട കാര്യമില്ല. ഈ ഒരു ഭാഗം മാത്രം ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 2-3 ബീഡ് മാറ്റി അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ലെവലാക്കി കൊടുക്കുക. ലെവലാക്കുമ്പോഴും ബീഡ്സുമ്പോൾ പിടിച്ചിട്ടൊക്കെ തന്നെ ചെയ്യുക. തെറിച്ച് പോകാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അത് ലെവലാക്കി വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ലെവലാക്കി കൊടുക്കുക. 2 സൈഡും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ കൊടുക്കുക. എങ്കിലേ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി അത് വീണ്ടും നമ്മൾ അത് കോർത്തെടുക്കുക. കോർക്കുമ്പോഴും തെറ്റരുത്. നമ്മൾ ആദ്യം കോർത്ത് അതേ പാറ്റേണിൽ തന്നെ കോർക്കണം. ഇനി ഇതുപോലെ കോർത്തതിന് ശേഷം സൂചി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ സ്റ്റെഡും ജുമുക്കയും ചെയ്തപ്പോഴും അതിൽ കൂടുതൽ ഭംഗി ഇത് ഈ ഒരു പാറ്റേണിലേക്ക് ആക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നി കേട്ടോ. ഇത് 3ഉം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി, ആ ബ്ലാക്കും ഗോൾഡിനും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. പിന്നെ ജുമുക്കയിൽ ആ വൈറ്റും എല്ലാം കൂടി ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം. ഈ ഒരു കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ വന്ന് അഭിപ്രായം പറയണം കേട്ടോ. സ്റ്റെഡും ജുമുക്കയും മാത്രമാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്, അതോ അത് ഈ ഒരു പാറ്റേണിലേക്ക് മാറ്റിയപ്പോഴാണോ അതിന് കൂടുതൽ ഭംഗി എന്നുള്ളത് എല്ലാവരും കമൻറ്റിൽ പറയാൻ മറക്കരുത്. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിനൊരു പ്രത്യേക ഭംഗി നൽകണതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേ നമ്മുടെ കമ്മലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതങ്ങനെയാണ് നമ്മുടെ കമ്മൽ വരുന്നത്. പിന്നെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലാസ്റ്റിൽ നമ്മളൊരു സിമ്പിൾ കമ്മലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് പോവുക എല്ലാവരും. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെയർ ആക്സസറീസും ജ്വല്ലറി മേക്കിങ്ങും അതുപോലെ എംബ്രോയിഡറിയുടെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞോളൂ. ഇനി നമുക്കിത് രണ്ടാമത്തെ കമ്മൽ ചെയ്യാം. അത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ കമ്മലിൻ്റെ ആ ഒരു ഭാഗം മുകളിലത്തെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതായത് ഇതുപോലെ അത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് അകന്ന് പോരും. അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബീഡ്സ് കോർക്കുന്നത്. വളരെ സിമ്പിളായിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് കമ്മലിലേക്ക് കൊടുക്കാനായിട്ട് ഇയർ ഹൂക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. കാത് ശ്രദ്ധിക്കണം, നമ്മൾ ഇടുമ്പോൾ സൂക്ഷിച്ചിട്ട് ഇടാനും അതുപോലെ തന്നെ കമ്മൽ അതിൽ നിന്ന് ഊരാനും ശ്രദ്ധിക്കുക ചെവിയിൽ നിന്ന്. കാരണം സൂചിയുടെ മൊനയുള്ള വശത്താണ് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് ചെവിയിലേക്ക് ഇടുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 2 സൈഡിലും ബീഡ്സ് കോർത്തിട്ട് ഇയർ ഹൂക്ക് സെൻറ്ററിൽ കണക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെയും ഹാങ്ങിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു സൈഡിൽ നമ്മൾ ബീഡ്സ് കോർക്കുക. നമ്മുടെ ആ ഒരു തുമ്പുള്ള ഭാഗത്ത് കോർക്കുക. ആ ഭാഗം നമുക്കിതുപോലെ ഒന്ന് ഹൂക്കാക്കിയിട്ട് വളച്ച് വയ്ക്കുക. അപ്പോൾ പിന്നെ അതുകൊണ്ട് പൊട്ടില്ല. അങ്ങനെ ഒന്ന് വളച്ച് ബീഡ്സിൻ്റെ ഉള്ളിലേക്കായിട്ട് വളച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നമ്മൾ കമ്മൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇനി ഇതെല്ലാം നമുക്ക് 2 സൈഡിലും ബീഡ്സ് കോർത്ത് ഇയർ ഹൂക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കമ്മൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗമാണ് നമ്മൾ കാതിലൂടെ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അടിയിലേക്ക് ജസ്റ്റ് ഒന്ന് വളച്ച് വയ്ക്കുക. അപ്പോൾ ബാക്ക് സൈഡിൽ കൊള്ളില്ല. നമ്മൾ കോർത്തിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അതങ്ങനെ കൊടുക്കില്ല. ഇനി അതിൻ്റെ അരക് ഭാഗം നിങ്ങൾക്ക് ഒരു കോർമന ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങളുടെ കയ്യിൽ നമ്മൾ മരത്തുമ്മയൊക്കെ ഉരയ്ക്കുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോഴും അതൊന്ന് ലെവലായിട്ടിരിക്കും. ഇല്ലെങ്കിലും മുറിയൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡിൽ ഇതുപോലെ ബീഡ്സ് കോർത്തിട്ട് ആ സെൻറ്ററിൽ ഇയർ ഹൂക്ക് ഇട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.